ബിസിനസ് പ്ലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് 1982 ആണ് സ്ഥാപിതമായത്. ഗ്രാമവികസനം, കാർഷിക മേഖലയിലെ സമഗ്ര വികസനം, ഇത് രണ്ടും ലക്ഷ്യം വെച്ചാണ് നബാർഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഗ്രാമങ്ങളിൽ ഒട്ടനവധി മാറ്റങ്ങൾ നടത്തുവാൻ നബാർഡിന് സാധിച്ചു. നബാർഡിന്റെ കേരളത്തിന്റെ സാരഥി ചീഫ് ജനറൽ മാനേജർ ശ്രീ ബൈജു എൻ കുറുപ്പിനെ ബിസിനസ് പ്ലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ബിസിനസ് പ്ലസിന്റെ യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂവിന് നമ്മളോടൊപ്പം ഉള്ളത് നബാർഡിന്റെ CGM ആയ ശ്രീ ബൈജു എൻ കുറുപ്പ് സാറാണ്. സാറിനെ ഞങ്ങളുടെ ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഈ നബാർഡിന്റെ കേരളത്തിലുള്ള പ്രവർത്തനത്തെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്, അതിൻ്റെ ഇംഗ്ലീഷ് നാമധേയമായ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അബ്രിവേറ്റഡ് ഷോർട്ട് ഫോമാണ് നബാർഡ്. നബാർഡ് ഒരു ഡെവലപ്മെൻ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. അതായത് വികസനത്തിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനം. അപ്പം കൃഷി ഗ്രാമീണ മേഖലയുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് നബാർഡ് ചെയ്യുന്നത്. ഭാരതം കുട്ടിക്ക് അപ്പോൾ ഭാരതത്തിൻ്റെ കേരളം സംസ്ഥാനം പ്രവർത്തനങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു. നോക്കുകയാണെങ്കിൽ നബാർഡിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ 3 തരമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പുനർവായ്പയും നേരിട്ടുള്ള വായ്പ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത് വികസനോത്മകമായ കാര്യങ്ങൾ, മൂന്നാമത് ഞങ്ങൾ സൂപ്പർവൈസറി കാര്യങ്ങൾ. ഇത് 3ഉമാണ് ഭാരതത്തിൽ ഒട്ടുക്ക് എല്ലാ സംസ്ഥാനത്തും നബാർഡ് ചെയ്യുന്നത്. അപ്പം നബാർഡ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഏകദേശം സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഫൈനാൻസിങ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം ഒരു 20,000 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വായ്പകളായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 15,000 കോടി രൂപ ഞങ്ങൾ ഈ ബാങ്കുകൾക്കും ബാങ്കിങ് മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്കും, ബാക്കി 5,000 കോടി രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും കൊടുക്കുന്നതാണ്. വികസനോത്മകമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു വർഷം ഞങ്ങൾ ഏകദേശം ഒരു 25 മുതൽ 30 കോടി രൂപ വരെയുള്ള ഫിനാൻഷ്യൽ ഗ്രാൻഡ് കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള FPOകൾ, SHGകൾ, അതുപോലുള്ള പൈലറ്റുകൾ, ഗ്രാമീണ മേഖലയിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിനായിട്ടുള്ള പൈലറ്റുകൾ മുതലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസറി നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക്, KST കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കേരള ഗ്രാമീണ ബാങ്ക് എന്നീ 3 ബാങ്കുകളുടെയും റെഗുലറായിട്ടുള്ള സൂപ്പർവിഷൻ ഞങ്ങൾ ചെയ്യുന്നു. കേരളത്തിലെ 2 പ്രളയങ്ങൾ സംഭവിച്ചു. അതിനുശേഷം കോവിഡ് വരികയുണ്ടായി. പ്രളയങ്ങളും കോവിഡും എല്ലാം നമ്മുടെ കാർഷിക മേഖലയെ വളരെയധികം താഴേക്ക് പിന്നോട്ട് കൊണ്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം പിന്നീട് ചെറിയ രീതിയിൽ ഈ ഗ്രാമീണ വികസനവും കൃഷി കാർഷിക കാര്യങ്ങളെല്ലാം ചെറിയ വികസനം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം വിലയിരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? നമ്മുടെ ജനങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട, പർട്ടിക്കുലർലി കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് കൃഷി മേഖലയിലോട്ടുള്ള റിക്വയർമെൻറ്റ്സിൽ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സിൻ്റെ പ്രത്യേകത വന്നതോടെ അതിനോട് ചേർന്നുകൊണ്ട് കേരളത്തിലെ കാർഷിക ഗ്രാമീണ മേഖലയിലോട്ട് പണ്ടുള്ളതിനെക്കാട്ടി പോസ്റ്റ് കോവിഡ് ആക്ടിവിറ്റീസിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. അത് കൃഷി ഗ്രാമീണ മേഖലയുടെ ഉണർവെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവർ മാത്രമല്ല, ഈവൻ നമ്മളുടെ സർക്കാർ ഉൾപ്പെടെയുള്ളവർ, സർക്കാരും സർക്കാർതര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവരിലും ആ മാറ്റമുണ്ട്. സർക്കാരിൻ്റെ റീബിൽഡ് കേരളയിൽ കൂടെ ഇപ്പോൾ ഒരു കേര പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി വരാൻ പോവുകയാണ്. ആ പദ്ധതിയിൽ കൂടെ വന്നാൽ തന്നെ അത് കറക്റ്റായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റിയാലുണ്ട്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലോട്ടൊരു നല്ലൊരു രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട്. രണ്ടാമത് വിഷരഹിത പദാർത്ഥങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ ജനങ്ങളുടെ ആഗ്രഹം, അതും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കാർഷിക ഗ്രാമീണ മേഖലയുടെ വളർച്ച താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ വളർച്ച നേരിയ തോതിലെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ന തരത്തിലുള്ള പച്ചക്കറി വേണം, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം, ഇന്ന തരത്തിലുള്ള ആഹാരം പ്രൊഡ്യൂസ് ചെയ്താൽ അതിനൊരു മാർക്കറ്റ് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്.
ഫാർമറിൽ നിന്ന്, കൃഷിക്കാരനിൽ നിന്ന് കൃഷി എന്റർപ്രണർ ആവാനുള്ള ഒരു ശ്രമവും ഇന്ന് പെർസെൻറ്റേജ് തരത്തിൽ നോക്കുകയാണെങ്കിൽ ഉണ്ട്. ഇന്ന് ധാരാളം സ്റ്റാർട്ടപ്പുകൾ നമുക്കിവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ ധാരാളം സ്റ്റാർട്ടപ്പുകൾ, പർട്ടിക്കുലർലി IT സെക്ടർ റിലേറ്റഡ് സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇന്ന് അതിൽ തന്നെ ഒരു നല്ലൊരു സബ് സെക്ടറായിട്ട് അഗ്രികൾച്ചർ സെക്ടറിലോട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ. കാര്യം IT സെക്ടർ കൊണ്ട് എങ്ങനെ കൃഷി മേഖലയ്ക്ക് ഒരു ഉണർവ് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസത്തിനെ എങ്ങനെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് കൊണ്ടുവന്ന് ഈ കൃഷി ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ശ്രമം കൊണ്ടുവരും. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഒരു നേരിയ പോസിറ്റീവായിട്ടുള്ള വളർച്ച ഇന്ന് നമ്മുടെ കൃഷി ഗ്രാമീണ മേഖലയിൽ കാണുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു കേരളത്തിന്റെ പോക്കനുസരിച്ച് യുവജനങ്ങള് കാർഷിക മേഖലയിലോട്ടുള്ള താല്പര്യം വളരെ കുറവാണ്. അതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നു ഇതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളൊരു കൃഷിക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി തുക ചെലവഴിക്കുന്നു, ഇതെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ചൊരു റിട്ടേൺ വലിയ രീതിയിൽ കിട്ടാത്തതുമാണ് ഇതിന്റെ ഒരു പ്രധാന കാരണമായി കാണാൻ പറ്റുന്നത്. ഈ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ കേരളത്തിലെ യുവ തലമുറയെ കൊണ്ടുവരുന്നതിന് നബാർഡിന് എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഇത് നിങ്ങളുടെ കീഴിൽ വരുന്നതാണോ? കൃഷി മേഖല എന്തുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിട്ട് വരുന്നില്ല? അവർ ചെയ്യുന്ന മുതൽ മുടക്കിന് എന്തുകൊണ്ട് അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവം. അതാണ് കൃഷി മേഖലയിലോട്ടുള്ള ആളുകളുടെ കാര്യം. ഇത്രയും സമയവും ഇത്രയും എനർജിയും ഇത്രയും പൈസയും വേറൊരു മേഖലയിൽ മുടക്കിയാൽ റിട്ടേൺ കൂടുതൽ ആ മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പം അതിനുവേണ്ടി അതുപോലെ തന്നെ കൃഷി മേഖലയിലുള്ള റിസ്കുകൾ, റിസ്ക് ഇൻ അഗ്രികൾച്ചർ ധാരാളമാണ്. കാര്യം ഇപ്പോഴും നമ്മുടെ കൃഷി ഡിപ്പെൻഡൻ്റ് ഓൺ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഫാക്ടറായ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട്, കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും ഇന്ന് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് വരുന്നില്ല. ചൂട് കൂടുതൽ, അല്ലെങ്കിൽ മഴ കൂടുതൽ, അല്ലെങ്കിൽ ഉൽപാദനം ചെയ്യേണ്ട സമയത്ത് മഴയില്ലായ്മ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വേണ്ടാത്ത സമയത്ത് മഴ വരിക, അതുപോലെ തന്നെ പിന്നെ അളവിലുള്ള തോതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി രീതിയിൽ റിസ്ക് ഒരുപാട്, ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്ക് ഒരുപാടാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് സാങ്കേതികപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനെ തന്നെ ഒന്നും കൂടെ ഊന്നൽ പറയാണ്, ടെക്നോളജിയിൽ ഭയങ്കരമായിട്ടുള്ള അപ്ഗ്രഡേഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ പല കാർഷിക മേഖലയുടെ പ്രൊഡക്ഷൻ കാര്യങ്ങൾക്കകത്ത് വളരെ മുൻപന്തിയില്ല. ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും അവർക്ക് മാക്സിമം റിട്ടേൺ എങ്ങനെ ഉണ്ടാക്കാമെന്നവർ ഒരുപാട് മോഡലുകളുണ്ട്. ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അവർ അറിയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അവരുടെ സാങ്കേതിക മികവാണ്. അവർ ശാസ്ത്രീയമായിട്ട് അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മുടെ AI, ML, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും എല്ലാം വന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഈ റിസ്കുകൾ പലതും മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയുടെ ഇന്നത്തെ മാർക്കറ്റിങ്ങിലുള്ള പ്രത്യേകതകൾ, കേരളത്തിനുള്ള കൃഷിയുടെ പ്രത്യേകത തന്നെ എന്ന് പറഞ്ഞാൽ കേരളം ഒരു ക്യാഷ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറാണ്. അല്ലാതെ ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഗ്രീൻ ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറോ അല്ല. ക്യാഷ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വിപണി, മാർക്കറ്റ് ശരിക്കും നോക്കിയാൽ ലോകം മൊത്തമാണ്. നമ്മുടെ കുരുമുളക് എത്താത്ത രാജ്യങ്ങളില്ല. അത് തന്നെയാണ് ഒരു ഉദാഹരണം. തേങ്ങയാണെങ്കിൽ തന്നെയും നമ്മുടെ തേങ്ങ ഇന്ന് പ്രൊഡക്ഷനിൽ കുറവാണെങ്കിലും നമ്മുടെ തേങ്ങയിൽ വരുന്ന എണ്ണയുടെ പ്രത്യേകത, പെർട്ടിക്കുലർലി ക്വാളിറ്റി മെഡിസിനൽ വാല്യൂ ഓഫ് ദ കോക്കനട്ട് ഓയിൽ ഫ്രം കേരള ഒരു അഡീഷണൽ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ലോക മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലോട്ട് എത്താനുള്ള ഒരു സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ വിദ്യകളുമുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലരും ഇന്ന് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം ഹാൻഡിക്രാഫ്റ്റ്സ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇതെല്ലാം നമ്മുടെ നബാർഡിന്റെ കീഴിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വായ്പ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കാര്യം ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹാൻഡ്ലൂം അല്ല, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ താങ്ങ് കൊടുക്കുന്നതാണ്. ഈ കൃഷി എംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന മേഖലകളാണ് ഇത്.
കിസാൻ ക്രെഡിറ്റ് കാർഡ് നബാർഡുമായി ബന്ധപ്പെട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി കർഷകർക്ക് നമ്മുടെ വായ്പ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അവർക്ക് എത്ര സ്ഥലമുണ്ട്, ഏത് തരമുള്ള കൃഷി ചെയ്യുന്നുണ്ട്, ഏത് തരമുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്, അതൊരു നമ്മുടെ സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെ ഒരു ലിമിറ്റ്, ഇത്ര സ്ഥലവും ഈ കൃഷി ചെയ്യുന്നതുമാണെങ്കിൽ ഇത്രയും രൂപ വരെ നിങ്ങൾക്ക് ഒരു വായ്പ ലഭിക്കുവാൻ അവസരമുണ്ട്. അതിനകത്ത് 3 ലക്ഷം രൂപ വരെ വായ്പയ്ക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഭാരത സർക്കാർ ഇതും കൊടുക്കുന്നുണ്ട്. സാധാരണ ബാങ്കുകളിൽ കൂടെ അതുമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4% 3 ലക്ഷം രൂപ വരെയുള്ള വായ്പ ലഭിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ വായ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 ലക്ഷം രൂപയ്ക്ക് ഒരു ലിമിറ്റ് ചെയ്താൽ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൻ്റെ അകത്തുനിന്ന് പൈസ, നമ്മുടെ ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെ ഇത് അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോഴും അതും കുറേ കൂടെ നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ കാർഡും വെച്ചിട്ട് അവരുടെ വായ്പാ ലിമിറ്റ് നേരിട്ട് ഇപ്പം വളം, അതുപോലുള്ള സീഡ്, അതുപോലുള്ളതൊക്കെ വാങ്ങിക്കണമെങ്കിൽ അതുമായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ റീപേയ്മെന്റ് ഇത് 1 കൊല്ലത്തേക്കാണ്. ഒരു ലിമിറ്റ് കൊടുത്താൽ 12 മാസത്തിനുള്ളിൽ അത് റീപേ ചെയ്യണം. അത് റീപേ ചെയ്യുമ്പോൾ അതിന്റെ വീണ്ടും റിന്യൂ ചെയ്തിട്ട് അത് കൊടുക്കും. ഓരോ കൊല്ലത്തിന്റെയും വായ്പ എടുക്കുന്നതിലാണ് 3% വരെ പ്രോംപ്റ്റ് റീപേയ്മെന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എല്ലാം ലഭിക്കുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. ബിസിനസ് പ്ലസ് മാഗസിന് വേണ്ടി നമ്മുടെ നബാർഡിന്റെ CGM ശ്രീ ബൈജു എൻ കുറുപ്പ് സാറ് നമ്മളോടൊപ്പം വളരെ വിശദമായി നബാർഡിന്റെ പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച സാറിന് ബിസിനസ് പ്ലസ് ടീമിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചോളൂ. നമസ്കാരം. താങ്ക്സ്.